ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നുണ്ട്. അതെ, അവിടെ ആരാ ഉള്ളേ? അവിടെ ആരെ വിട്ടേക്കുന്നത്? ഈ പൂരം മൊത്തം നോക്കണമെന്ന് പറഞ്ഞിട്ട് അർജുൻ കല്യാണുണ്ട്. കൃത്യമായി ആനയെല്ലാം വന്നോ? അവിടെ എത്ര ആനയുണ്ട്? നിലവിൽ 18 ആന ഒന്നാണ്. 18. ബാക്കി ആനയോ അപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ്. വരുവോ ദീപക്കെ? ബാക്കി ആന വരുവോ? ആന ഇല്ലെങ്കിൽ തന്നെ ദീപകിന്റെ കാര്യം പരിഗണിക്കുന്നുണ്ട്. ആണോ ദീപക്കെ? ഞാനങ്ങ് നിന്നാനോ? അല്ല 18 ആനയെ വന്നുള്ളൂ. 18 ആന വരും, ബാക്കി ആന ഇപ്പൊ എത്തും. നമുക്കൊന്ന് അർജുനെ വിളിച്ചാലോ? തീർച്ചയായും. അർജുൻ കല്യാൺ, ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് എല്ലാ ആനയും എത്തിയില്ല എന്നാണ് ഇപ്പോൾ ജെയ്സൺ ചാമുളപ്പിലും ദീപക് മലയമ്മയും പറയുന്നത്. ഉള്ളതാണോ? സുജിയ, ആനകളെല്ലാം എത്തിയിട്ടില്ല. 48ഓളം ആനകളെ ടെസ്റ്റ് ചെയ്യാനുണ്ട്. അതിൽ 10-18 ആനകൾ എത്തിയിട്ടുണ്ട്. ഒരാനയെ ടെസ്റ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനകളെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിർത്തണ്ട എന്നുള്ളത് കൊണ്ടാണ് മെല്ലെ മെല്ലെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ 10-18ഓളം ആനകൾ ഇവിടെ നിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. ആനകളുടേതായി പരിശോധന പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അതെ, ആനകൾ ക്യൂവിലാണ്. ആനകളും ആന പാപ്പാന്മാരും ഒക്കെ വലിയ ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് ഊട്ടോളി രാമൻ എന്ന് പറയുന്ന ആനയുടെ പാപ്പാനുണ്ട്. എന്താ ആന റെഡി? അതെ 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 അതെ, ഓക്കെയാണ്, പക്കയാണ്. ഓ, എല്ലാം പക്കയാണ്. ചോദിച്ചാ പൂരത്തിന് എല്ലാം റെഡി അല്ലേ? പറഞ്ഞേ അടിപൊളി. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആന റെഡിയാണ്, പാപ്പാന്മാർ റെഡിയാണ്. ഇപ്പോൾ ഇത് പരിശോധിക്കാനുള്ള ഓഫീസർമാർ ഉൾപ്പെടെയുണ്ട്. മൃഗസംരക്ഷണ ഓഫീസർ നമ്മളോടൊപ്പം ഉണ്ട്. സാറേ, ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ഇവിടെ ഇങ്ങനെ പരിശോധിക്കുന്ന പ്രധാനമായും? നമുക്കിവിടെ ഒരു 80-ലേറെ ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് തിരുവമ്പാടി, പാറമേക്കാവ് 2 വിഭാഗങ്ങളുടെ ഇതായിട്ടാണ്. അതിൽ കുടമാറ്റത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിന് തന്നെ ഏറ്റവും പ്രഗത്ഭരായ തലയെടുപ്പുള്ള ഒരു 30 ആനകളുണ്ട്. പുറമെ കടകപൂരങ്ങളിൽ പങ്കെടുക്കുന്ന, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ പോലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കടകപൂരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആനപ്രേമികളുടെ ഒരു വലിയ ഒഴുക്ക് ഇവിടെ ഉണ്ടാകും എല്ലാ വർഷത്തെയും. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ ഒക്കെ പരിശോധന പൂർത്തിയായോ? ഇന്നലെ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. വലിയ ഫാൻസ് ഉള്ള ഒരു ആന കൂടിയാണ്. തീർച്ചയായിട്ടും രാമൻ എന്ന് പറയുന്ന ഒരു വികാരമാണ് തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ 2 വിഭാഗങ്ങളിലായിട്ട് നമ്മൾ 25ഓളം ഡോക്ടർമാരടങ്ങുന്ന 2 സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ ആനകളുടെ ഫിറ്റ്നസ്സാണ് പരിശോധിക്കുന്നത്. മതപ്പാടിൽ ഉള്ള ആനകൾ അത് പിന്നെ ഇവിടെ വരത്തില്ല എന്ന് നമുക്ക് പറയാൻ തരാണ്. തൃശ്ശൂർ പൂരം പോലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ചെറിയ ലക്ഷണം പോലുള്ള ആരും കൊണ്ടുവരാൻ വരില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് അതിന് പുറമെ മറ്റ് അസുഖ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അവശതയോ മറ്റ് മുറിവുകളോ ഉള്ള ആനകൾ നമുക്ക് മാറ്റേണ്ടി വരും. പിന്നെ മറ്റൊരു പ്രധാന വസ്തുത, നാട്ടുആനകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ആനകളുടെ എണ്ണം, ലഭ്യമായ ആനകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാപ്പാന്മാരും ആനകളും തമ്മിലുള്ള ഒരു പരിചയം ഞങ്ങൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കമാൻഡ്സ് നമ്മൾ ഇവരെ കൊണ്ട് ചെയ്യിച്ച് അതും കൂടെ നോക്കി പ്രായോഗികമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഇണക്കം പരിശോധിച്ചാണ് ഇതിനെ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പാപ്പാന്മാരും ആനയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് കൃത്യമായി നോക്കുന്നുണ്ട്. പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ടല്ലോ വരെ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള എക്സാമിനേഷൻ. ഒരു ആനയും പാപ്പാനും തമ്മിൽ എത്രത്തോളം ആത്മബന്ധമുണ്ടോ ദീപക് മലയമ്മ? നമ്മൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം പോലെയാണ് ആനയും പാപ്പാനും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ വേറൊരു വ്യത്യാസമുണ്ട്. ആന പലപ്പോഴും അങ്ങനെ പറഞ്ഞാൽ കേട്ടോളന്നില്ല. പക്ഷെ ദീപക് പറഞ്ഞാൽ കേട്ടു. അപ്പൊ അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം.